ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയും രാഹുൽ ഗാന്ധിയുടെ രാജിയും കർണാടക സർക്കാർ താഴെ വീഴുന്നതുമടക്കം കോൺഗ്രസ് ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികളിൽപ്പെട്ട് നട്ടം തിരിയുകയാണ്. പുതിയ അധ്യക്ഷനെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ ചേരിപ്പോരും നടക്കുന്നുണ്ട്. പ്രതിസന്ധികളിൽ നിന്ന് കോൺഗ്രസിനെ കൈപിടിച്ചു കയറ്റാൻ ശക്തനായ ഒരു നേതാവ് ആരുണ്ട് എന്നതാണ് അടുത്ത ചോദ്യം. യുവാക്കളിൽ നിന്നായാലും മുതിർന്നവരിൽ നിന്നായാലും 2024 കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന ആളായിരിക്കണം. അത്തരമൊരു നേതാവായ DK ശിവകുമാറിന്റെ പേര് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് മണിശങ്കർ അയ്യർ. രാഹുൽ ഗാന്ധി രാജിവെച്ചപ്പോൾ കോൺഗ്രസിന് മുന്നിലുണ്ടായിരുന്ന അടുത്ത ഓപ്ഷൻ പ്രിയങ്ക ഗാന്ധി ആയിരുന്നു. എന്നാൽ ആ നീക്കം രാഹുൽ അടിയോടെ വെട്ടി. ഒരു സംഘം നേതാക്കൾ ചേർന്ന പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാനാണ് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയിരുന്നത്. ദളിത് നേതാക്കളിൽ നിന്നോ യുവ നേതാക്കളിൽ നിന്നോ വനിതാ നേതാക്കളിൽ നിന്നോ മിടുക്കനായ ഒരു പുതിയ അധ്യക്ഷനെ കണ്ടെത്തണം എന്നാണ് പാർട്ടിക്കുള്ളിലെ പൊതുവികാരം. മുതിർന്ന നേതാക്കളുടെ കൂട്ടത്തിൽ മല്ലികാർജുൻ ഖാർഗെ, സുശീൽ കുമാർ ഷിൻഡെ അടക്കമുള്ള സോണിയാഗാന്ധിയുടെ അടുപ്പക്കാർക്കാണ് മുൻതൂക്കം. ഷിൻഡെയ്ക്ക് 77ഉം ഖാർഗെയ്ക്ക് 76ഉം വയസ്സുമാണ് പ്രായം. യുവ നേതാക്കളിൽ സച്ചിൻ പൈലറ്റിനും ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കുമാണ് സാധ്യത കൂടുതൽ. യുവാക്കൾ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന് അമരീന്ദർ സിംഗ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ആവശ്യം പരസ്യമായി ഉന്നയിച്ചു കഴിഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ മുന്നോട്ട് വയ്ക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു പേരാണ്. കർണാടകയിലെ കോൺഗ്രസുകാരുടെ ഹീറോയായ DK ശിവകുമാർ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തണം എന്നാണ് മണിശങ്കർ അയ്യർ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. കർണാടകയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മണിശങ്കർ അയ്യരുടെ പ്രതികരണം. DK ശിവകുമാർ ധീരനായ നേതാവാണ് എന്ന് അയ്യർ പറയുന്നു. അധികാരം കയ്യിലില്ലാതിരുന്നിട്ട് കൂടി DKയ്ക്ക് പാർട്ടിയോട് ആത്മാർത്ഥതയുണ്ട്. DK കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനാകണമെന്നും മോദി ബാബയും 40 കള്ളന്മാരും അടങ്ങുന്ന ഗ്യാങ്ങിനെയും ഒരു പാഠം പഠിപ്പിക്കണമെന്നുമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും മണിശങ്കർ അയ്യർ ട്വീറ്റ് ചെയ്തു. കർണാടകത്തിൽ രാജിവെച്ച MLA-മാരെ അനുനയിപ്പിക്കാൻ മുംബൈയിലെത്തിയ DK ശിവകുമാറിനെ ഹോട്ടലിൽ മുന്നിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തന്റെ സുഹൃത്തുക്കളെ കാണാതെ താൻ മടങ്ങി പോകില്ല എന്നുള്ള DKയുടെ വാക്കുകൾ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് മണിശങ്കർ അയ്യർ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP ഒറ്റക്കക്ഷിയായിട്ടും കർണാടകത്തിൽ അധികാരം പിടിക്കാനുള്ള ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചത് കോൺഗ്രസിലെ ചാണക്യൻ എന്നറിയപ്പെടുന്ന DK ആയിരുന്നു. ഓപ്പറേഷൻ താമര വഴി ഭരണം അട്ടിമറിക്കാൻ BJP തയ്യാറെടുക്കുമ്പോൾ നിലവിൽ DKയുടെ തന്ത്രങ്ങളും പാളിപ്പോവുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.